ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത് ഇപ്പോൾ തമ്പനയിലും ക്യാപ്ഷനും ഒക്കെ എല്ലാവരും കണ്ടു. ഇപ്പോൾ 2024 തീരാൻ പോവുകയാണ്. 2025 നമ്മൾ കടക്കുവാണ്. അപ്പോൾ ഈ 2024 ഈ ഒരു 12 മാസത്തെ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്തു. ഇപ്പം ഈ ഒരു വർഷം എന്ന് വെച്ചാൽ വളരെ മികച്ചൊരു വർഷം എന്ന് നമുക്ക് പറയാം. ഈ ഒരു കുറച്ച് മാസങ്ങൾ, ഈ ഒരു കഴിഞ്ഞ ഒരു 2-3 മാസം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളാണ് നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്നിന് മികച്ച വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ ലോഞ്ചായ കുറേ വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വേറൊന്നുമല്ല നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ നമ്മളൊരു പ്രതീക്ഷിച്ച പോലെ നമ്മുടെ മാർക്കറ്റിൽ സക്സസ് ആവാത്ത കുറച്ച് വാഹനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അത് മോശം വാഹനങ്ങളെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം എന്താ പറയുക, അതിന് കുറച്ച് സെയിൽസ് കുറവാണ്. അതിന് അതിൻ്റെതായ റീസൺസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു വാഹനങ്ങളെന്നുള്ളതും അതിൻ്റെ ഒരു സെയിൽസ് ഫിഗർ എത്രയാണെന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം ഈ ഒരു വാഹനത്തിലേക്ക് വരിക. എപ്പോഴും നല്ല രീതിയിൽ സെയിൽസിൽ മുന്നിൽ നിൽക്കുന്ന വാഹനങ്ങൾ തന്നെ കഴിവതും ചൂസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അത്രത്തോളം യൂണീക്ക് ആയിരിക്കണം ആ ഒരു വാഹനം. അത് നിങ്ങളിഷ്ടമാണ്, അത് ഓരോരുത്തരുടെ കസ്റ്റമർ ഇഷ്ടമാണ്. അത് ഞാൻ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ കൊടുത്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്നിനും താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട. കാര്യം ലൈക്കും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് വളരെ കുറവ് തന്നെയാണ്. പിന്നെ വി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ട് ആരും ഫോളോ ചെയ്യാറൊന്നുമില്ല. അതുകൂടെ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത് ഫോളോ ചെയ്തേക്കുക. മറന്നു പോയില്ലെങ്കിൽ ഒന്നെടുത്ത് ഫോളോ ചെയ്തേക്കുക. അതല്ല ഇപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഒരു വി എൻ്റർടൈൻമെൻറ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ കൊടുത്തേരാം. ഫോളോവേഴ്സ് ഒന്നും അതിനകത്തില്ല, ജസ്റ്റ് ഒന്ന് കൊടുത്തേരാം. അപ്പം ഇനി കണ്ടന്റിലേക്ക് നേരെ നമുക്ക് വരാം. അടുത്ത് നമ്മുടെ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് സിട്രോൺ എന്ന ബ്രാൻഡിൻ്റെ 2 വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഓൾറെഡി സിട്രോൺ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറേ നാളായിട്ടുണ്ട്. പക്ഷേ അവർക്ക് വിചാരിച്ചതുപോലെ നമുക്ക് ആ ഒരു സെയിൽസ് റിപ്പോർട്ടൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1000 വാഹനം അല്ല 1000-നുള്ളിൽ വാഹനങ്ങൾ മാത്രമാണ് എല്ലാ മാസവും അവർ വിൽക്കുന്നത്. ഷോറൂമിൻ്റെ ആഭാവങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സർവീസ് സെൻറ്റർ വളരെ കുറവാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ആ ഒരു സെയിൽസ് കുറഞ്ഞ് നിൽക്കാൻ കാരണമാണ്. കാര്യം നമ്മൾ ഇതുവരെ അതിൻ്റെ ഒരു വീഡിയോസ് എടുത്തിട്ടില്ല. കാര്യം എന്താണ്, എനിക്ക് കൊല്ലത്ത് അതിനൊരു ഷോറൂമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ തിരുവനന്തപുരം പോകണം, അല്ലെന്നുണ്ടെങ്കിൽ എറണാകുളം വരണം. അപ്പോൾ നമ്മൾ 1-2 വട്ടം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചോദിച്ച വേരിയൻറ്റുകളില്ല. പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ല അവർ വിളിക്കുമ്പം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കാനായിട്ട് പറ്റാഞ്ഞത്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു വാഹനം വാങ്ങാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സും ഷോറൂമിൻ്റെ അഭാവം വരുന്നത്. എനിക്ക് തോന്നുന്നു കുറേ ഷോറൂമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുവിധം സെയിൽസിനകത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്ത് പറയുന്നത് സിട്രോൺ C3 എന്നൊരു വാഹനമാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഇപ്പോൾ 2024 സെയിൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുത്താൽ വെറും 1300-നടുത്ത് വാഹനങ്ങളാണ് വിറ്റത്. ഒരു 1380 വാഹനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് അവർ വിറ്റേക്കുന്നത്. അത് വളരെ കുറവ് തന്നെയാണ് ആ ഒരു സെയിൽസ് ഫിഗർ. നമ്മളൊരു ആവറേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏപ്രിൽ മാസം നോക്കിയാൽ ഇവർ 251, മെയ് മാസത്തിൽ 155, ജൂണിൽ 77 യൂണിറ്റ്, ജൂലൈയിൽ 90 യൂണിറ്റ്, ഓഗസ്റ്റിൽ 507 യൂണിറ്റ്, സെപ്റ്റംബറിൽ 300 യൂണിറ്റ്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു സെയിൽസ് ഫിഗർ നിൽക്കുന്നത്. വളരെ കുറഞ്ഞ സെയിൽസ് തന്നെയാണ് ആ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. നേരത്തേക്കുള്ള വാഹനമാണെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വളരെ കുറച്ച് ആ ഒരു രീതിയിലൊക്കെയാണ് ആ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സെയിൽസ് ഫിഗർ കുറഞ്ഞു നിൽക്കാൻ കാര്യം. പിന്നെ ഷോറൂമിൻ്റെ അഭാവവും അതിനൊരു കാരണം തന്നെ ആയിരിക്കാം. പിന്നുള്ളൊരു വാഹനം C3 എയർകോസ് എന്നതാണ് ആ ഒരു വാഹനം. അപ്പോൾ അത് ലോഞ്ചായ സമയത്ത് അതിൻ്റെ പ്രൈസും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഇത് കൊട്ടിക്കൊഴിച്ചുകൊണ്ടൊക്കെ വന്ന ഒരു വാഹനമാണ്. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെ എല്ലാം ഞാൻ കണ്ടു, അത് കുറേ കണ്ടതാണ് ഞാൻ. പക്ഷേ ആ ഒരു വാഹനവും നമുക്ക് വിചാരിച്ചതുപോലെ സെയിൽസ് ഫിഗർ നല്ല രീതിയിൽ കൈവരിച്ചു. നമ്മളൊരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 100 വാഹനത്തിൽ താഴെയാണ് ഒരു മാസത്തെ അതിൻ്റെ ഒരു ആവറേജ് സെയിൽസ് ഫിഗർ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ 6 മാസത്തെ കണക്ക് നമ്മൾ എടുത്താൽ ഏപ്രിൽ വെറും 93 വാഹനമാണ് വിറ്റത്, മെയ്യിൽ വെറും 125 വാഹനം, ജൂണിൽ വെറും 136 വാഹനം, ജൂലൈയിൽ വെറും 68 വാഹനം, ഓഗസ്റ്റിൽ വെറും 38, സെപ്റ്റംബറിൽ 41 വാഹനവുമാണ് C3 എയർക്രോസ് എന്ന വാഹനം കഴിഞ്ഞ 6 മാസത്തെ ഒരു സെയിൽസ് ഫിഗർ വന്നേക്കുന്നത്. ടോട്ടൽ നമ്മളൊരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ 500 യൂണിറ്റിൽ താഴെയാണ് കഴിഞ്ഞ 6 മാസത്തെ അതിൻ്റെ ഒരു സെയിൽസ് ഫിഗർ വരുന്നത്. അപ്പം അതും നമുക്ക് വിചാരിച്ച പോലെ ഒരു സക്സസ് ആവാത്ത വാഹനമെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നൊരു വാഹനം നമുക്ക് ഹോണ്ടയിലേക്ക് വരാം.
ഹോണ്ട എന്ന ബ്രാൻഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ അതിനകത്ത് നമുക്ക് 1-2 വാഹനങ്ങൾ, ഇപ്പോൾ ഒരുപാട് മോഡൽസ് ഒന്നും ഇല്ല. സിറ്റി വരുന്നുണ്ട്, അതേപോലെ അമേസ് നമുക്ക് അവൈലബിൾ ആണ്, എലവേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം സിറ്റിയിലേക്ക് തന്നെ വരും. അപ്പോൾ സിറ്റി എല്ലാവരും ചിന്തിക്കും അതൊരു ഫ്ലോപ്പായി പോയ 2027 ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 6 മാസത്തെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിൽ വെറും 2 മാസങ്ങളിൽ മാത്രമാണ് 1000-ന് മുകളിലേക്ക് ആ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് പോയേക്കുന്നത്. അതായത് മെയ്യിൽ അവരൊരു 1054 വിറ്റു, ഓഗസ്റ്റ് ഒരു 1018 വാഹനം അവർ വിറ്റു. ബാക്കി എല്ലാ മാസങ്ങളിൽ 1000-ൽ താഴെയാണ് യൂണിറ്റുകൾ അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സ്ലാവിയ, വെർട്ടസ്, വെർണ തുടങ്ങിയ വാഹനങ്ങളെയും കാട്ടിൽ പിന്നിലാണ് ആ ഒരു വാഹനം ഈ ഒരു ഹോണ്ട സിറ്റി എന്നതിൻ്റെ സ്ഥാനം നിൽക്കുന്നത്. പിന്നെ അതിന് തൊട്ട് ഹോണ്ട സിറ്റിക്ക് പിറകിൽ നിൽക്കുന്നത് നമ്മൾ സിയാസ് ആണ് നിൽക്കുന്നത്. അത് മാരുതി ഇപ്പം വലുതായിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ഒരു സിയാസ് അങ്ങനെ നിൽക്കുന്നത്. ഒരു പക്ഷേ വലിയ താമസമില്ലാതെ അതിനൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സെയിൽസിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നിലവിൽ നമുക്കൊരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല. സെയിൽസ് ഫിഗർ വളരെ കുറവാണ്. പ്രതീക്ഷിച്ച പോലെ ഒരു സെയിൽസിലേക്ക് അവർ എത്തുന്നില്ല എന്ന് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. നമ്മളിത് ഫ്ലോപ്പ് എന്നല്ല പറയുന്നത്, പ്രതീക്ഷിച്ച പോലെ സെയിൽസ് എത്താത്ത വാഹനങ്ങൾ എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ വരുന്നൊരു വാഹനം ഹോണ്ട എലവേറ്റ് ആണ്. ഇപ്പോൾ ഒരു അടുത്ത സമയത്താണ് ആ ഒരു വാഹനം നമുക്ക് ലോഞ്ച് ആയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 6 മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു മാസം മാത്രമാണ് 2000-ന് മുകളിൽ വാഹനം എലവേറ്റിൻ്റെത് ഒരു മാസം ഇന്ത്യയിൽ ഇറങ്ങിയത്. അത് ജൂൺ എന്ന മാസത്തിലാണ് 2151 വാഹനങ്ങൾ എലവേറ്റിൻ്റെത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങി. ബാക്കി ഒരു മാസങ്ങളിലും 2000-ന് മുകളിൽ യൂണിറ്റുകൾ വിറ്റിട്ടില്ല. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് ഇപ്പോൾ ക്രെറ്റ വരുന്നുണ്ട്. ക്രെറ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഏകദേശം ഒരു 15000-17000 യൂണിറ്റുകൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാറയിലേക്ക് വന്നു കഴിഞ്ഞാലും 10-15000 വാഹനങ്ങളാണ് അവർ വിൽക്കുന്നത്. അപ്പം ഗ്രാൻഡ് വിറ്റാറയൊക്കെ ഒരു മാസം വിൽക്കുന്ന യൂണിറ്റ് പോലും കഴിഞ്ഞ 6 മാസം കൊണ്ട് എലവേറ്റിന് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത്രത്തോളം സെയിൽസിൽ ആ ഒരു വാഹനം പിന്നിൽ. ഇപ്പോൾ ആ ഒരു എലവേറ്റ് ആ ഒരു സെഗ്മെൻറ്റിലോട്ടൊരു വാഹനം ഇറക്കാതെ നമ്മുടെ വെന്യൂവിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലോട്ടൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പഞ്ചിൻ്റെ ഒരു സെഗ്മെൻറ്റിലായിരുന്നു ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഒരു വാഹനം വന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം അതാണ് കൂടുതൽ പേരും ചൂസ് ചെയ്യുന്ന ഒരു വാഹനം. ആ ഒരു സെഗ്മെൻറ്റാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനെ ഒരുപാട് വാഹനങ്ങളും ആ ഒരു പഞ്ച് അങ്ങനെയുള്ള 1-2 വാഹനങ്ങൾ, ഇപ്പോൾ ഇഗ്നിസ് കുറച്ച് വാഹനങ്ങളെ ഉള്ളായിരുന്നു ആ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ അതിലേക്കായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു, കുറച്ചുകൂടി സെയിൽസ് കൈവരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അപ്പോൾ അമേസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നുള്ളൊരു ബ്രാൻഡ് MG എന്ന ബ്രാൻഡാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്. MGയിലേക്ക് വരുന്ന സമയത്ത് MG ആസ്ട്ര എന്നൊരു വാഹനത്തിലേക്ക് നമുക്ക് വരാം. ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് ഞാൻ കുറേ അല്ലെങ്കിൽ ആ റിവ്യൂസും കുറേ കമൻസും ഒക്കെ നോക്കിയ സമയത്ത് മൈലേജിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് അതിൻ്റെ മെയിൻ കൺസേൺ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ഒരുപാട് പിറകിലാണ് ആ ഒരു വാഹനം. എനിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരുപാട് മറ്റുള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട്. മറ്റുള്ള ബ്രാൻഡുകളിൽ അതിനെക്കാട്ടി മികച്ച വാഹനങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ മറ്റുള്ള ബ്രാൻഡുകളിലേക്ക് പോകുന്നതെന്നും നമുക്ക് ചിന്തിക്കാം. ആ സെഗ്മെൻറ്റിൽ തന്നെ ആവറേജ് സെയിൽസ് ഒക്കെ നോക്കിയാലും വളരെ താഴെ തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. പിന്നെ ഗ്ലോസ്റ്റർ എന്നൊരു വാഹനവും വരുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോസ്റ്ററിൻ്റെ കോമ്പറ്റീറ്ററായിട്ടുള്ള ഫോർച്യൂണർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോർച്യൂണറിൽ നിന്ന് ഒരു അടുത്തെത്താൻ പോലും നമുക്ക് ആ ഒരു ഗ്ലോസ്റ്റർ എന്ന വാഹനത്തിന് കഴിയുന്നില്ല. ഒരു ആവറേജ് സെയിൽസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200 വാഹനം, 250 വാഹനം, ആ ഒരു രീതിയിലാണ് കുറേ നാൾ കൊണ്ട് ആ ഒരു ഗ്ലോസ്റ്റർ എന്ന വാഹനത്തിൻ്റെ സെയിൽസ് റിപ്പോർട്ടിൽ വരുന്നത്. പിന്നെ ജീപ്പിലേക്ക് വരുന്ന സമയത്ത് ജീപ്പിൻ്റെ അപ്പം പൊതുവേ ആ ഒരു ബ്രാൻഡിന് സെയിൽസ് വളരെ കുറവാണ്. ഇപ്പോൾ അവർ ഉടനെ പൂട്ടി പോകുന്ന പോലും എനിക്കറിയില്ല. ഉടനെ ചിലവ് പോയെന്ന് വരാം. കാര്യം ഡീലർഷിപ്പ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് വരണം. അപ്പം പ്രോഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പ് പൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഈ ഡീലർഷിപ്പിൽ പൂട്ടി പോകുന്നത്. അപ്പോൾ സെയിൽസ് വളരെ കുറവായിട്ടാണ് ആ ഒരു ജീപ്പ് എന്ന ബ്രാൻഡിന് നിൽക്കുന്നത്. ഇപ്പോൾ മെറിഡിയനൊക്കെ ആണെങ്കിലും വളരെയധികം സെയിൽസ് കുറവാണ്. കോമ്പസ് ആണെങ്കിലും സെയിൽസ് വളരെ കുറവാണ്. എനിക്ക് ജീപ്പ് കോമ്പസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് എവിടെ നോക്കിയാലും ജീപ്പ് കോമ്പസ് ആയിരുന്നു, ഇഷ്ടം പോലെ നമുക്ക് കാണാം. പക്ഷേ ഇപ്പം നമ്മളങ്ങനെ പുതിയ വാഹനങ്ങൾ നമ്മളിപ്പോൾ അങ്ങനെ കണ്ണിൽ പെടുന്നതൊന്നുമില്ല. അപ്പോൾ അത് ജീപ്പിൻ്റെ കാര്യത്തിൽ അത് മാത്രമാണ്. ആ ഒരു 2 മെറിഡിയൻ എന്ന വാഹനം കോമ്പസും വളരെ സെയിൽസ് കുറവായിട്ട് നിൽക്കുന്നു. പിന്നെ മഹേന്ദ്രയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മഹേന്ദ്ര മറാസോയാണ് ആ ഒരു സെയിൽസ് ഈ ഒരു വർഷം വളരെ ലോ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു റിയർ സീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള യാത്രാ സുഖമൊക്കെ തരുന്നൊരു വാഹനമാണ് മറാസോ എന്നത്. അപ്പം മഹീന്ദ്രയുടെ കാര്യത്തിലാണെങ്കിൽ മറാസോയ്ക്കകത്തോട് വലിയൊരു ഫോക്കസോ കാര്യങ്ങളും ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല. ഇപ്പോൾ താർ റോക്സും ഒരു SUV-ലോട്ടൊക്കെയാണ് അവരുടെ ശ്രദ്ധ കൂടുതലും. മറാസോയ്ക്കകത്ത് യാതൊരു ശ്രദ്ധയും മഹീന്ദ്ര കൊടുക്കുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത മാസം അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റിലോട് കൂടി കൊണ്ടുവരാൻ. ഒരു ഫേസ് ലിഫ്റ്റിലോട് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മറാസോയുടെ കാര്യത്തിൽ പുതിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത സമയത്ത് ലോഞ്ച് ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മഹീന്ദ്രയുടെ ശ്രദ്ധ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതായി ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത വർഷം ഒരു അപ്ഡേഷനോട് കൂടി വാഹനം ലോഞ്ച് ആവാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം
അതാണ് മറാസോയെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. പിന്നെ വരുന്നത് ഒരു വാഹനം എന്ന് പറയുന്നത് ടൊയോറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറയും ഹൈലക്സും തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ് ആ ഒരു ടൊയോറ്റയുടെ ആ ഒരു സെഗ്മെൻറ്റിൽ വിചാരിച്ച പോലെ ഒരു സക്സസ് ആവാത്ത രീതിയിൽ നമുക്ക് നിൽക്കുന്ന വാഹനങ്ങൾ. പിന്നെ നിസാനിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രയിൽ എന്നൊരു വാഹനം ഈ ഒരു അടുത്ത സമയത്ത് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലോഞ്ച് ആയ സമയത്ത് വളരെയധികം വീഡിയോസൊക്കെ ഞാൻ കണ്ടു, വളരെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പ്രൈസിലേക്ക് വന്ന സമയത്ത് ആ അടപടലം നമുക്കത് പോയി എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 49 ലക്ഷം രൂപയാണ് അതിനാണ് എക്സ്ഷോറൂം പ്രൈസ് പറയുന്നത്. ഫീച്ചേഴ്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ഞാനതിനകത്ത് കണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ അഡീഷണൽ സീറ്റ്സ് ഇല്ലെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ആ ഒരു വാഹനത്തെക്കുറിച്ച് കണ്ടു. അഡാസ് ഇല്ലെന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. അത് എന്താണെന്നുള്ളത് ഒന്നുകൂടെ നോക്കണം, അത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ എഞ്ചിനാണ്. എനിക്കൊന്ന് 1.5 3 സിലിണ്ടറാണ് ആ ഒരു വാഹനത്തിൽ എഞ്ചിൻ ആ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കാരണം ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ ഞാൻ അന്നേ തന്നെ അത്രയൊരു പ്രൈസ് വില കൊടുത്തൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് അതുകൂടി ഒരു ഓപ്ഷനാണ്. ഒരു 2000 cc എഞ്ചിനെങ്കിലും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധി വരെ, പിന്നെ പ്രൈസും ഒരു 35 ലക്ഷം ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നുവെങ്കിൽ കുറേ കൂടി നമുക്ക് ഇതായിട്ട് നിന്നേനെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നുള്ളൊരു വാഹനം മാരുതി ജിംനി എന്നതാണ് നമുക്ക് അടുത്ത വാഹനം. ജിംനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, സെയിൽസ് വളരെ കുറവ്. അപ്പോൾ കഴിഞ്ഞ 6 മാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജൂലൈ എന്ന മാസത്തിൽ മാത്രമാണ് ഒരു 2400 വാഹനങ്ങൾ വിൽക്കാൻ പറ്റിയത്. വേറൊന്നും കൊണ്ടല്ല, ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജൂലൈയിൽ ഒരു 2400 വാഹനങ്ങൾ അവർ വിറ്റു. ഏപ്രിലാണെങ്കിൽ 257 ഉള്ളൂ, മെയിൽ 274 ഉള്ളൂ, ജൂണിൽ 481 ഉള്ളൂ, ഓഗസ്റ്റിൽ 592 ഉള്ളൂ, സെപ്റ്റംബറിൽ 599 ഉള്ളൂ. അപ്പോൾ കുറേ നാളത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 10,000 വാഹനങ്ങൾ പോലും തികച്ച്, എനിക്കൊന്ന് 5000 വാഹനങ്ങൾ പോലും തികച്ച് നമുക്ക് വരുന്നില്ല ജിംനിയുടേത്. അവർ പ്രൈസ് റേഞ്ച് തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു വിഷയമായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ജൂലൈയിൽ അവർ വണ്ടി വിറ്റിട്ടുണ്ട് നല്ല രീതിയിൽ, 2400 വിറ്റ്, ഓഫർ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യക്കാർ ആ ഒരു വാഹനം ഇപ്പോഴും ഇപ്പോൾ ഒരു മാസത്തെ കണക്കെടുത്താൽ 600 പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും വിചാരിച്ച പോലെ ഒരു സക്സസ് ആയിട്ട് നമുക്കതിനെ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറേ ബ്രാൻഡുകളും കുറേ വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതൊന്നും ഫ്ലോപ്പ് വാഹനങ്ങളല്ല, ഇതൊക്കെ മികച്ച വാഹനങ്ങൾ തന്നെയാണ്. പിന്നെ കോമ്പറ്റീഷൻ വാഹനങ്ങളായിട്ട് നോക്കുന്ന സമയത്ത് സെയിൽസിൽ കുറച്ച് പിന്നിലേക്ക് നിൽക്കുന്ന വാഹനങ്ങൾ. ഇപ്പോൾ കമ്പനി പോലും അത്രത്തോളം സെയിൽസ് അല്ല ഈ ഒരു വാഹനങ്ങളിൽ പ്രതീക്ഷിച്ചിട്ടുള്ളത്, ഉറപ്പാണ്. ഇപ്പോൾ ഹോണ്ട എലവേറ്റൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മാസം 2000 വാഹനങ്ങൾ വിൽക്കും എന്നല്ല കമ്പനി പോലും പ്രതീക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 5000 6000 യൂണിറ്റ് ഒരു മാസം ആവറേജ് വിൽക്കും എന്നായിരിക്കാം അവരുടെ പോലും മനസ്സിൽ വന്നത്. അല്ലെങ്കിൽ ഒരു 3000 4000 അത്രയെങ്കിലും ഇരിക്കട്ടെ, ആ ഒരു രീതിയിൽ തന്നെ അറിയാം. അപ്പോൾ അത്രത്തോളം സെയിൽസ് അതിനൊന്നും വരുന്നില്ല. മറാസൊക്കെയാണ് വിട്ടായിരുന്നു. നമുക്ക് അതിനകത്ത് മഹീന്ദ്ര പോലും വലിയ ഫോക്കസ് കൊടുക്കാത്തൊരു കാര്യമാണ് മറാസോടെയൊക്കെ കാര്യങ്ങൾ. ഒരു പക്ഷേ ഒരു ഫേസ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നേക്കാം. സിട്രോൺ എന്ന ബ്രാൻഡ്, ഹോണ്ട സിറ്റി, കുറേ ബ്രാൻഡുകൾ, പിന്നെ ജിംനി വരുന്നുണ്ട്. അതും നമുക്ക് പ്രതീക്ഷ പോലെ ഒരു സക്സസ് ആയില്ല. നിസാൻ എക്സ്ട്രയിൽ അങ്ങനെ കുറേ വാഹനങ്ങൾ നമുക്ക് പ്രതീക്ഷ പോലെ സക്സസ് ആവാതെ, പിന്നെ ഫോക്സ്വാഗൻ ടിഗ്വാൻ എന്ന വാഹനം, അങ്ങനെ കുറേ വാഹനങ്ങൾ പ്രതീക്ഷ പോലെ അങ്ങോട്ട് എന്താ പറയുക സെയിൽസിലേക്ക് വരാത്ത വാഹനങ്ങളാണ്. ടൊയോട്ട ക്യാമറി, ഹൈലക്സ്, നമുക്ക് അത് വിട്ടാൽ കുറച്ച് പ്രൈസ് റേഞ്ച് വരുന്നതാണ് ക്യാമറിയും ഹൈലക്സും ഒക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ടോ ഞാൻ പറഞ്ഞ വാഹനങ്ങൾ മോശപ്പെട്ടതാണെന്നോ ഒന്നും ആരും വിചാരിക്കരുത്. അപ്പം പ്രതീക്ഷിച്ച പോലെ സെയിൽസ് കൈവരിക്കാത്ത കുറച്ച് വാഹനങ്ങൾ, അപ്പം ആ ഒരു മാനുഫാക്ചറിൻ്റെ ഭാഗത്ത് നോക്കുമ്പം ഒരു ഫ്ലോപ്പും തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വിചാരിച്ച പോലെ സെയിൽസ് ഇല്ല. അപ്പം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.